അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മസാല നെയ്പ്പത്തിലാണ്. പിന്നെ നെയ്പ്പത്തിൽ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ, കണ്ണൂർക്കാർ പ്രത്യേകിച്ചിട്ട്. ഇതിൽ പിന്നെ ഞാൻ കുറച്ച് മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് ചായക്ക് വെറുതെ കഴിക്കാനും പിന്നെ രാവിലത്തെ നാസ്റ്റക്കും വൈകുന്നേരം ഡിന്നറിനും എല്ലാം പറ്റിയതാണ്. പിന്നെ കറിൻ്റെ കൂടിയും കഴിക്കാം, കറി ഇല്ലാതെയും പറ്റും. പിന്നെ 2 ടൈമിലായിട്ട് ഞാൻ ഇതിൽ മസാല ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വലിയ ഉള്ളി വെളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1/2 ടീസ്പൂണ് വലിയ ജീരകം. വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, അധികം വെള്ളം ഒഴിച്ചാൽ ലൂസാവും. അരി അരച്ചെടുത്തിട്ടുണ്ട്. അരി അധികം മുതിയാൻ പാടില്ല, ഒരു തരിതരിപ്പ് വേണം. ഇതാ ഇതുപോലെ വേണ്ട. ഇത് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ കണ്ട 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ള 2 കപ്പ് പച്ചരിക്ക്. എന്നിട്ട് തന്നെ അത്യാവശ്യം ലൂസ് ഉണ്ട് കേട്ടോ. അതിന് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക. അരിപ്പൊടി മിക്സ് ചെയ്യാനുണ്ട് കുറച്ച്. മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചിട്ട് തന്നെ എടുക്കണം. ചെറിയൊരു കഷ്ണം ഇഞ്ചി അതും ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തിട്ട് ചെറുങ്ങനെ മുറിച്ചെടുത്ത്. മല്ലിയില 1/2 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3/4 ടീസ്പൂണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അരി കുഴച്ചായിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി എടുത്തതിൽ ഇത്ര ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോഴേ അതിൽ നമുക്ക് നെയ്പ്പത്തിൽ ചുട്ടെടുക്കാം. ഞാൻ നെയ്പ്പത്തിൽ വരട്ടാൻ വേണ്ടി ഒരു വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും എടുക്കാം. ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നെയ്പ്പത്തിന് പരത്തുന്ന പോലെ അല്ലെങ്കിൽ പത്തിന് പരത്തുന്ന പോലെ കുറച്ച് വണ്ണത്തിൽ പരത്തിയെടുക്കണം. ഇനി ഇത് മെല്ലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, കൈക്കൊന്നും തെറിക്കാതെ വേണം ഇട്ട് കൊടുക്കാൻ. ഇത് ചുട്ടെടുക്കുമ്പോൾ ഫുൾ തീയിലായിരിക്കണം ചുടാൻ വേണ്ടി, എന്നാൽ മാത്രമേ പൊന്തി വരുള്ളൂ. ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നെയ്പ്പത്തിൽ പൊന്തി വരും. പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് 1-2 സെക്കൻഡിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ആയിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചതിന് ശേഷം മെല്ലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് അമർക്കുക.
എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. നമ്മുടെ മസാല നെയ്പ്പത്തിലായിട്ടുണ്ട്. ഇതിനൊരു അരിപ്പിയിലേക്ക് കോരിയിട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. മസാല നെയ്പ്പത്തിൽ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നാസ്തക്കും ഡിന്നറിനും വല്ലാതെ വെറും ചായക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.